നമുക്ക് ഒരു ചപ്പാത്തി കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കാം. അതിന് ഞാൻ 3 ചപ്പാത്തിയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അതിനെ നല്ലതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. അരിഞ്ഞതിന് ശേഷം 1 സ്പൂൺ എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ സവാള, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കോവയ്ക്ക, നല്ല പഴുത്ത് നിന്നൊരു കോവയ്ക്കയും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. കുറച്ച് പുളിരസവും കൂടെ കിട്ടും, നല്ലതാണ്. ഒരു തക്കാളിയുണ്ട്, ഒരു അരമുറി ക്യാരറ്റ്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടുമ്പോൾ അല്പം ഉപ്പും കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കാം. ഇത് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അല്പം ഒരു 1/4 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇത് ഒന്ന് ഉപ്പ് എല്ലാത്തിലും ആ എരിവ് പിടിച്ചതിന് ശേഷം ഒരു മുട്ട ഉടച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് ചിക്കിയെടുക്കണം. മുട്ട വെന്ത് ഇതിലെല്ലായിടത്തും ചേർന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വെന്ത് ഇളവി വന്നിട്ടുണ്ട്. മുട്ട ആ പച്ച മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ചപ്പാത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നൂഡിൽസ് പോലെ ഇരിക്കും. അതിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി പിടിപ്പിക്കാം. എന്നിട്ട് അതിൽ ഒരു തണ്ട് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇളക്കണം. 1 ടേബിൾ സ്പൂൺ തക്കാളി സോസ്, ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഇളക്കി നല്ലവണ്ണം പിടിപ്പിക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ എരിവും പുളിയും തക്കാളി സോസിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തി മാത്രമായിട്ട് കഴിക്കാത്തവർക്ക് ഇങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് കഴിക്കും. 1 മിനിറ്റ് ഒന്ന് അടച്ചതിന് ശേഷം അടപ്പ് തുറന്നിട്ടുണ്ട്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കണ്ട കൊത്തു പൊറോട്ട പോലെ തോന്നും. ശരി, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ.